ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു മിനിറ്റിൽ എന്തായാലും പെരുവഴിയിലാകേണ്ടിയിരുന്ന PV അൻവർ ഇപ്പോൾ ഒന്ന് ചുവടുറപ്പിച്ചിരിക്കുന്നു എന്നാണ് സമകാലിക സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ആദ്യത്തെ ഒരു പ്രാദേശിക നേതാവിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് ശക്തനായ മുഖ്യമന്ത്രിയുടെ പോരാളിയായി തന്നെ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ചുവടുമാറ്റം വരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ വിചാരിച്ച പോലെ എത്തിച്ചേരുന്നില്ല. എന്തായാലും ഇനി തുടർന്നുള്ള രാഷ്ട്രീയ ഭാവി PV അൻവറിൻ്റെത് എങ്ങനെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ പറയാം, PV അൻവറിന് ഒരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ പിടിവള്ളിയിൽ പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അനുകൂലമായി വരണം. കാരണം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് പ്രധാനം. നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു, മുസ്ലിം ലീഗിൽ അദ്ദേഹത്തെ എടുക്കുകയും നിലമ്പൂർ മണ്ഡലം കൊടുക്കുകയും ചെയ്താൽ നേരിട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരു തർക്കത്തിനതൊരു കാരണമാകും. അങ്ങനെയുള്ള തർക്കത്തിനൊന്നുമുള്ള ഒരു ആരോഗ്യം UDF-നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സമയത്ത് കോൺഗ്രസ് അങ്ങനെയുള്ള സാഹസത്തിനൊന്നും ഈ മുസ്ലിം ലീഗുമായ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാൻ അല്ലെങ്കിൽ പ്രാദേശിക അണികളുടെ വികാരത്തെ വ്രണപ്പെടുത്താനൊന്നും തയ്യാറാകുമെന്ന് കരുതുന്നില്ല. അതുമാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ നേരിട്ട് വരിക എന്ന് പറയുന്നത് അതും അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. കാരണം ആ സീറ്റ് മോഹിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. അതേസമയം അൻവറിനെ പരമാവധി ഉപയോഗിക്കാൻ ഇനിയുള്ള 1.5 വർഷം പരമാവധി അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അങ്ങനെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ UDF സംവിധാനത്തിന് കഴിയുകയും ചെയ്യും.